സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കർണാടകയിലെ തന്നെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് പട്ടടക്കൽ. അപ്പോൾ പട്ടടക്കലിനെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ട്രിപ്പ് മാനേജർ സ്വപ്നേഷ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് പട്ടടക്കലാണ്, അതായത് നോർത്ത് കർണാടകയിലുള്ള ഒരു ഗുഹാക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു സ്ഥലമാണിത്. അതായത് ഹിന്ദു ക്ഷേത്രങ്ങളും ജൈന ക്ഷേത്രങ്ങളും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കുറേ ക്ഷേത്രങ്ങളുടെ നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാം. അത്രയും അതിമനോഹരമായ കൊത്തുപണികളായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതെല്ലാം അതെ 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 അതെ. പട്ടടക്കലിന് രക്തപുര എന്നുള്ളൊരു ഓൾഡ് നെയിം കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അതായത് 7th and 8th സെഞ്ചുറിയിലുള്ള ആ ഒരു സമയത്താണ് ഈ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഓരോ ക്ഷേത്രങ്ങൾക്കും പല ഐതിഹ്യങ്ങളും വെച്ചിട്ടുള്ള ഓരോ കഥകളും പറയാനുണ്ട്. അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട്, അങ്ങ് കാണുന്നത് നന്ദികേശൻ മുന്നിലുള്ള ഒരു. അപ്പൊ അത് മാത്രമേ ഉള്ളൂ നമ്മൾ പൂജ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇതെല്ലാം ബാക്കിയെല്ലാം ക്ഷേത്രങ്ങൾ പറഞ്ഞാൽ അത്ഭുതങ്ങളാണ്. ശരിക്കും നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ ഓരോ കല്ലിലും കൊത്തി വെച്ചേക്കുന്നത് ഓരോ കഥകളാണ്, ഐതിഹ്യങ്ങളാണ്, ഓരോ കഥകൾ. അതെ, അത് നമ്മൾ ഹംപിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മഹാഭാരതം കൊത്തിവെച്ചതുപോലെ അങ്ങനെ പല പല കഥകളാണ് ഓരോ ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് പട്ടടക്കലിൻ്റെ വിശദമായിട്ടുള്ള ചില രംഗങ്ങളിലേക്ക്, വിഷ്വൽ ട്രീറ്റിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. യുനെസ്കോയുടെ അന്താരാഷ്ട്ര പദവി ലഭിച്ച ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ ഇതാണ് നമ്മൾ നിൽക്കുന്നത്. ശിവക്ഷേത്രമാണ് കൂടുതലിവിടെ ഉള്ളത്. പിന്നെ 4 ക്ഷേത്രങ്ങൾ അതിലുള്ളത് ശിവൻ പല രീതിയിലുള്ളതാണ്. ഈ നോർത്തും സൗത്തും പിന്നെ മിക്സഡും. അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആരാധന നടക്കുന്നുള്ളൂ. പട്ടടക്കൽ ചാലൂക്യ രാജവംശത്തിൻ്റെ വളരെ മനോഹരമായ നിർമ്മിതിയാണിത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്, സൗത്ത് ഇന്ത്യൻ സ്റ്റൈല്, ഈ മൊത്തത്തിലുള്ള കാർണിഷ് എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ശില്പ കലാചാതുരിയാണ് ഇവിടെ ഉള്ളത്. ഈ കോണാർക്ക് ക്ഷേത്രത്തിൻ്റെ മാതൃകയുണ്ട്, ഈ തഞ്ചാവൂര് മഹാബലിപുരം തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ മാതൃക. ഇങ്ങനെ പല പല ഇന്ത്യയിലെ തന്നെ പല പല ശില്പ മാതൃകകളുടെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് പാസഞ്ചേഴ്സിനെ വിശ്രമിക്കാൻ വേണ്ടി അതിമനോഹരമായ, വളരെ ശാന്തമായ രീതിയിലുള്ള ഒരു വിശ്രമ സ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വ്യക്തിത്വം ഇവിടെ വിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് കേരളത്തിലുള്ള ഒരു മഹത് വ്യക്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അറിവ് വേണ്ടുവോളം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. Top of the Garbhagudi, Shikara is there. Nice. Very systematically. Very nice. After make like this, second stage and third stage make like this. Because that one Garbhagudi, here Sabha Mantapa. This is Mukha Mantapa. The first one try like this. But after in this place, the Mukha Mantapa from front one make a big Nandi Mantapa. Just you see a Nandi Mantapa. This Nandi Mantapa is missing because this temple also like a man body structure. This is a head, this is a body, this is a leg. Man body structure. The some temple 3 Garbhagudi also is there. Here also another add Garbhagudi like a star type. This star type temple architecture, the very famous in Belur and Halebeedu. Belur Halebeedu में इस तरह star temple भी बहुत important है.
is there. You know Ganga, Yamuna, in the holy river of India. The one side Ganga and one side Yamuna. The one side Ganga vehicle turtle is missing, crocodile also missing, Yamuna. The entrance of the temple, Ganga Yamuna. Just we have see here Nataraja because of dancing Shiva. Right, but no live temple. Only one temple, Virupaksha temple, still proceeding temple. There is no worship here. Only one temple. One temple. Virupaksha temple is the proceeding. आप इधर से आओ sir. Please come this way. Brahmana side. Yeah, here also Asura and here also Asura. After killing the Shiva, the holding the garland. Chandrasekhara, like this. Everybody temple here, Shiva. പട്ടടക്കലിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും നല്ല കാഴ്ചകളുമായി കാണാം. ബൈ.